ഇസ്ലോ എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. ദൈവം നമ്മെ അത്ഭുതകരമായാണ് ഓരോ ദിവസവും നടത്തുന്നത്. പുറകോട്ട് തിരിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര അതിശയകരമായാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം 54 അധ്യായം 17 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഞാൻ ഒത്തിരി അത്ഭുതകരമായി ദൈവം എന്നെ നടത്തിയ വഴികൾ ഈ വചനം വായിച്ചപ്പോൾ ചിന്തിക്കുവാനിടയായി തീർന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു അന്ന് തുടങ്ങി ഒത്തിരി കംപ്ലയിൻറ്റ്സ് എനിക്കെതിരെ എൻ്റെ മാനേജ്മെൻറ്റിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പക്ഷെ ഞാൻ അത് താമസിച്ചാണ് അറിഞ്ഞത്. പല മീറ്റിങ്ങുകളിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഈ വ്യക്തിയെ ആണെന്ന് അവസാനം മനസ്സിലാകാൻ സാധിച്ചു. ഞാൻ ആ വ്യക്തിയോട് ഒരിക്കലും വഴക്കിനോ അദ്ദേഹത്തിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും പോയില്ല. ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. വിശുദ്ധ വചനം പറയുന്ന പോലെ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അവസാനം അദ്ദേഹത്തിനെതിരെ മാനേജ്മെൻറ്റ് ശക്തമായ നടപടിയെടുക്കുവാനിടയായിത്തീർന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വചനം നമ്മോട് സംസാരിക്കുന്നൊരു കാര്യമുണ്ട്. തൻ്റെ ദൈവ പൈതലിന് എതിരെ, തൻ്റെ മകനോ മകൾക്കോ എതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. പലപ്പോഴും നാം ചിന്തിക്കും, ദൈവമേ, എന്നെ ദ്രോഹിക്കുന്ന അവസ്ഥ നീ കാണുന്നില്ല. എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ജോലി സ്ഥലത്ത്, ഞാൻ ഉള്ള സമൂഹത്തിൽ എന്നെ ദ്രോഹിക്കുന്ന അവസ്ഥ നീ കാണുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ദൈവം തീർച്ചയായും നമ്മുടെ അവസ്ഥകൾ കാണുന്നുണ്ട്. നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. വിശുദ്ധ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: മൊർദെഖായിക്കെതിരെ ഹാമാൻ ഒരുക്കിയിരിക്കുന്ന കഴുകുമരത്തിൽ അവൻ തന്നെ അവസാനം മരിക്കുവാനിടയായി തീർന്നു. അവൻ തന്നെ, നമ്മുടെ നാട്ടിലൊരു ചൊല്ലിപ്രകാരമുണ്ട്, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന്. ആർ നമുക്ക് വേണ്ടി പദ്ധതികളും പ്ലാനുകളും ഒരുക്കുന്നോ അവർക്കെതിരെ നാം സംസാരിക്കാനോ വാഗ്വാദങ്ങൾ ഉണ്ടാക്കുവാനല്ല, ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിച്ച് ഓരോ ദിവസവും മുന്നേറുക. അവർക്കുള്ള പ്രതിഫലം അവർ തന്നെ അനുഭവിക്കുന്നതാണ്. നമ്മൾ ആർക്കും ഒന്നും ചെയ്യുവാൻ പോകണ്ട. കാരണം നമുക്ക് ഉള്ള ഒരുവൻ സ്വർഗത്തിൽ ഉയരത്തിലുണ്ട്. കർത്താവ് തന്നെ നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി നമ്മെ രക്ഷിക്കുന്നതാണ്. വിശുദ്ധ വചനം ഒരിക്കൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കത്തില്ല. തീർച്ചയായും നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഒന്നും ഫലിക്കത്തില്ല. ദൈവം നമ്മെ അത്ഭുതകരമായി കാക്കും. സങ്കീർത്തനം 91 പറയുന്ന പോലെ, നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലത്തുവശത്ത് 10,000 പേര് വീഴുമെങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല. ഈ ലോകത്തിൽ അനേക പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തും, വീണ്ടും നടത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.